എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. സോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം നമുക്ക് നിരന്തരം ഉണ്ടായിരിക്കുന്ന കുറ്റബോധമാണ്. എന്തിനെ കുറിച്ചുള്ള കുറ്റബോധമാണ്? അതായത് എനിക്ക് ഇന്നത്തെ ദിവസം ഒട്ടും പ്രൊഡക്റ്റീവ് ആയിട്ടിരിക്കാനേ പറ്റിയില്ല, ഞാൻ വിചാരിച്ചതുപോലെ എനിക്ക് ഒരു കാര്യവും ചെയ്യാൻ പറ്റിയില്ല, പ്ലാൻ ചെയ്ത കാര്യങ്ങളൊക്കെ ആ പ്ലാൻ ആയിട്ട് തന്നെ ഇരിക്കുകയാണ്, ബട്ട് ഒന്നും അങ്ങോട്ട് പ്രാക്ടിക്കൽ ആക്കാൻ പറ്റിയില്ല എന്നൊക്കെയുള്ള കുറേ വിഷമങ്ങൾ നമുക്ക് പലപ്പോഴും ഉണ്ടാകാറുണ്ട്. നമുക്ക് ഇങ്ങനെ ഉണ്ടാവുമ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും എന്ന് പലപ്പോഴും നമുക്ക് അറിയണമെന്നില്ല. സോ ഈ വീഡിയോയിൽ കൂടി നമുക്ക് നോക്കാം എന്തുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഫീൽ ചെയ്യുന്നു, എങ്ങനെ ഈ സിറ്റുവേഷൻ മാറ്റിയെടുക്കാം, ഇങ്ങനെ ഫീൽ ചെയ്യാത്ത ദിവസങ്ങളെ നമുക്ക് എങ്ങനെ വാർത്തെടുക്കാം. അതുപോലെ തന്നെ കൺസിസ്റ്റൻസി എന്ന് നമ്മൾ ഒരുപാട് കേൾക്കുകയും ജീവിതത്തിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നതാണ്. പക്ഷേ ഈ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ള ധാരണ ശരിക്കും നമുക്ക് പലപ്പോഴും മിസ് ഔട്ടായി പോകാറുണ്ട്. സോ ഈ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് എന്താണ്? ഈ കൺസിസ്റ്റൻസി നമ്മളുമായിട്ടുള്ള ബന്ധം എങ്ങനെ ഹെൽത്തി ആക്കാം, എങ്ങനെ അത് മുന്നോട്ട് കൊണ്ടുപോയാൽ ഈ പറയുന്ന പ്രൊഡക്റ്റീവ് ആയില്ല എന്നുള്ള കുറ്റബോധത്തിൽ നിന്ന് നമുക്ക് മാറാം. ഈ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോയുടെ കണ്ടന്റ്. സോ ഇവിടെ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നമ്മുടെ പ്ലാൻസിൽ നിന്ന് തുടങ്ങാം. നമ്മൾ കുറേ കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, പക്ഷേ നമുക്ക് പ്രാക്ടിക്കലി ഇതൊന്നും വർക്ക്ഔട്ട് ആവുന്നില്ല. ഈ പ്ലാൻസ് എന്ന് പറയുന്നത്, ഫസ്റ്റ് ഓഫ് ഓൾ അണ്ടർസ്റ്റാൻഡ് ദിസ് ഫാക്ടേഴ്സ്. പ്ലാൻസ് എന്ന് പറയുന്നത് ഇറ്റ്സ് ജസ്റ്റ് എ ടൂൾ. ശരിക്കും അതൊരു സർട്ടനിറ്റി അല്ല. അതായത് നമ്മൾ സർട്ടൈൻ ആയിട്ടുള്ള ഒരു കാര്യമല്ല പ്ലാൻ എന്ന് പറയുന്നത്. പ്ലാൻ എന്ന് പറയുമ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നു ബിക്കോസ് നമുക്ക് ചില ഗോൾസ് ഉണ്ട്, നമുക്ക് ചില ആഗ്രഹങ്ങളുണ്ട്. ഇതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, പ്ലാൻ ചെയ്യും. പക്ഷേ നമുക്ക് ഈ പ്ലാൻ ചെയ്യാനേ പറ്റുള്ളൂ. പക്ഷേ ഈ പ്ലാൻ എപ്പോഴും ഒരു അൺസർട്ടനിറ്റി കീപ്പ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ മനസ്സിൽ വെച്ചിരിക്കുക. എല്ലാ ആൾക്കാരും പ്ലാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്നത് പോലെ നടത്തിക്കൊണ്ട് പോകുന്ന ആൾക്കാരല്ല. അതുകൊണ്ട് തന്നെ പ്ലാനിങ് എന്ന് പറയുന്നത് നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു ടൂളാണ്. പക്ഷേ ഈ പ്ലാനിങ് എന്ന് പറയുന്നത് എപ്പോഴും സംഭവിച്ചേ പറ്റൂ എന്നുള്ള ഒരു കാര്യമല്ല. ഓക്കെ, അത് നമ്പർ 1. നമ്പർ 2, there will be a reason. ഇപ്പൊ നമ്മൾ അൺപ്രൊഡക്റ്റീവ് ആണ് എന്ന് വിചാരിക്കുക ഒരു ദിവസം. അതിന് കാരണങ്ങൾ ഉണ്ടായിരിക്കാം. ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നിൽക്കാത്ത രീതിയിൽ നമ്മുടെ മൈൻഡ് പോയിട്ടുണ്ടാവാം, നമുക്ക് ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ നമുക്ക് മറ്റു ചില റെസ്പോൺസിബിലിറ്റീസോ മറ്റു ചില കാര്യങ്ങളായിട്ട് ഡിസ്ട്രാക്ഷനോ എന്ത് തന്നെയോ ആയിരിക്കാം. അപ്പൊ there is always a reason. ഇപ്പൊ നമ്മൾ അൺപ്രൊഡക്റ്റീവ് അല്ലെങ്കിലും അൺപ്രൊഡക്റ്റീവ് ആണെന്നെങ്കിലും ഉള്ള കാര്യം. ഇനി നമ്പർ 3, ഈ അൺപ്രൊഡക്റ്റീവ് ആയിട്ട് ഇരിക്കുക എന്നത് നമ്മുടെ ലൈഫിന്റെ ഭാഗമാണ്. ഇപ്പൊ 1 or 2 ഡേയ്സ് അൺപ്രൊഡക്റ്റീവ് ആയിട്ട് ഇരിക്കാമെങ്കിലും നമ്മുടെ ഗോളിൽ നിന്ന് നമ്മളങ്ങ് വ്യതിചലിച്ചു പോവുകയൊന്നും ഇല്ല. നമ്മുടെ മനസ്സിൽ അതിയായ ആഗ്രഹം ഉള്ളത് കൊണ്ടാണ് നമ്മൾ വീണ്ടും അതിനെപ്പറ്റി ചിന്തിക്കുന്നത് കേട്ടോ. പക്ഷെ ആ ചിന്ത നല്ലതാണ്, ഈ കുറ്റബോധം നല്ലതല്ല. നമ്മളിങ്ങനെ വീണ്ടും വീണ്ടും അയ്യോ ഞാൻ പ്രൊഡക്റ്റീവ് ആയില്ല, അത് ശരിയല്ല, അല്ലെങ്കിൽ എൻ്റെ ഒരു പോരായ്മയാണ്, അങ്ങനെ ഈ സെൽഫായിട്ട് നിങ്ങളെ ഡീഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കേണ്ട ഒരു ആവശ്യം അവിടെ ഇല്ല. എന്തുകൊണ്ടെന്നാൽ ഈ ടോക്സിക് പ്രൊഡക്ടിവിറ്റി എന്നൊരു കാര്യമുണ്ട്. ടോക്സിക് പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് നമ്മൾ എത്ര സ്ട്രഗിൾ ചെയ്തും കഷ്ടപ്പെട്ടും നമ്മുടെ എല്ലാ കാര്യങ്ങളും സാക്രിഫൈസ് ചെയ്ത് നമ്മുടെ ഗോളിന് വേണ്ടിയിട്ട് നമ്മൾ നിരന്തരം ഇങ്ങനെ പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക എന്ന് പറയുന്നതിനാണ് ടോക്സിക് പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. കുറച്ച് നേരം റെസ്റ്റ് ചെയ്താൽ നമുക്ക് നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങും. ഒന്ന് ഫോൺ എടുത്ത് നോക്കിയാൽ നെഗറ്റീവായിട്ട് ഫീൽ ചെയ്തോ, സമാധാനമായിട്ട് ഫുഡ് കഴിക്കാൻ പോലും പറ്റണമെന്നില്ല. കാരണം ഫുൾ ടൈം നമുക്ക് ഈ ഒരു തരം ബുദ്ധിമുട്ടായിരിക്കും. എപ്പോഴും എന്തെങ്കിലും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം ആ ഒരു ഗോളിന് വേണ്ടി എന്നുള്ളത്. അത് ശരിക്കും ടോക്സിക് പ്രൊഡക്ടിവിറ്റി എന്നാണ് പറയുന്നത്. ഹെൽത്തി പ്രൊഡക്ടിവിറ്റിയാണ് നമുക്ക് വേണ്ടത്. പക്ഷെ നമ്മൾ പലപ്പോഴും നമ്മുടെ കൂടെ കൂട്ടാൻ ശ്രമിക്കുന്നത് ഈ പറയുന്ന ടോക്സിക് പ്രൊഡക്ടിവിറ്റി ആണ്. നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളെയും ബാലൻസ് ചെയ്തുകൊണ്ട് പോയാൽ മാത്രമേ നമ്മൾ ഈ പറയുന്ന ഗോളിന് വേണ്ടിയിട്ട് ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കാനും അല്ലെങ്കിൽ ക്വാളിറ്റി ടൈം ഇൻവെസ്റ്റ് ചെയ്യാനും മുന്നോട്ട് പോകാനും ഒക്കെ നമുക്ക് പറ്റുള്ളൂ. അല്ലാതെ ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ സാക്രിഫൈസ് ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു ഗോളിന് വേണ്ടി ഇരിക്കുമ്പോൾ ഫൈനലി ലൈക്ക് എൻഡ് ഓഫ് ദ ഡേ നമുക്ക് നമ്മളെ തന്നെ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണ്. നമുക്ക് പ്രോപ്പറായിട്ട് ഉറക്കം കിട്ടിയിട്ടുണ്ടാവില്ല, നമുക്ക് മനസ്സമാധാനം ഉണ്ടാവില്ല, നമ്മുടെ ആങ്സൈറ്റി ലെവൽ എന്ന് പറയുന്നത് അറ്റ് ഇറ്റ്സ് പീക്ക് ആയിരിക്കും. പിന്നെ ഉറങ്ങണമെന്ന് വിചാരിച്ചാൽ പോലും ഉറക്കമില്ല, ഭക്ഷണം കഴിക്കാൻ വിശപ്പില്ല, അല്ലെങ്കിൽ അമിതമായിട്ടുള്ള വിശപ്പ്, അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള മൂഡ് സ്വിങ്സ്, അങ്ങനെ പല പല പ്രശ്നങ്ങളായിരിക്കും. ഫൈനലി നമ്മൾ പഠിച്ച പല കാര്യങ്ങളും മറന്നു പോവുക കൂടി ഉണ്ടാകാം.
അതുകൊണ്ട് നമുക്ക് ഈ ടോക്സിക് പ്രൊഡക്ടിവിറ്റി വേണ്ട, നമുക്ക് ഹെൽത്തി പ്രൊഡക്ടിവിറ്റി വേണം. അതെങ്ങനെ കൊണ്ടുപോകാന്ന് ഞാൻ പറഞ്ഞുതരാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ, ഈ ടോക്സിക് പ്രൊഡക്ടിവിറ്റി കൈൻഡ് ഓഫ് തോട്ട്സ് ആണ് നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ ഗോളിനെ കുറിച്ചുള്ളതെങ്കിൽ അത് നമ്മൾ ഒഴിവാക്കിയേ പറ്റൂ. നമുക്കങ്ങനെ ഈ ചത്ത് കിടന്ന് പഠിക്കുക എന്ന് പറയും, അല്ലെങ്കിൽ നമ്മൾ എല്ലാം മാറ്റി വെച്ചിട്ട് അങ്ങനെ നമുക്ക് പറ്റില്ല. നമ്മളൊരു മനുഷ്യ ജീവിയാണ്, നമുക്ക് ഒരുപാട് കാര്യത്തിൽ നമ്മൾ എൻഗേജ്ഡ് ആണ്, നമുക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഉണ്ട്, നമ്മൾ പല കാര്യത്തിലും അക്കൗണ്ടബിൾ ആണ്. സോ നമുക്ക് എല്ലാത്തിനും ഒരു സ്പേസ് വേണം, ഒരു സമാധാനം വേണം, ഒരു സാവകാശം വേണം, എന്നാൽ മാത്രമേ കാര്യങ്ങൾ മുന്നോട്ട് പോവുള്ളൂ. സോ നമുക്ക് ടോക്സിക് പ്രൊഡക്ടിവിറ്റി വേണ്ട, ഹെൽത്തി പ്രൊഡക്ടിവിറ്റി വേണം. ഹെൽത്തി പ്രൊഡക്ടിവിറ്റിയിൽ ഈ പറയുന്ന എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നുള്ള നിരന്തരമായിട്ടുള്ള കുറ്റബോധം, അല്ലെങ്കിൽ നമ്മളെ തന്നെ അങ്ങ് താഴ്ത്തി വെക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും യാതൊരു പ്രസക്തിയും ഇല്ല. ദാറ്റ് മീൻസ് എവറിത്തിങ് നമ്മുടെ ലൈഫിന്റെ പാർട്ടാണ്. അതായത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത ദിവസങ്ങൾ, നമ്മൾ ഡൗൺ ആയി പോകുന്ന ദിവസങ്ങളും, നമ്മൾ ഓഫ് ആയി പോകുന്ന ദിവസങ്ങളും, ഡിസ്ട്രാക്റ്റഡ് ആയി പോകുന്ന ദിവസങ്ങളും, വീണ്ടും നമ്മുടെ ഗോളിനെ പറ്റി ചിന്തിച്ച് നമ്മൾ തിരിച്ചു വരുന്ന ദിവസങ്ങളും, ഇതെല്ലാം നമ്മുടെ ലൈഫിന്റെ പാർട്ടാണ്. ഇതെല്ലാം ചേരുന്നതാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. അല്ലാതെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഗോളിലേക്ക് മാത്രം പോയിക്കൊണ്ടിരിക്കുക, യാതൊരു തരത്തിലുള്ള ഡൗൺസ്, ഓൺലി അപ്പ്, അങ്ങനെയല്ല, അപ്പ് ആൻഡ് ഡൗൺസ്, ഇതെല്ലാം ചേരുന്നതാണ് നമ്മുടെ ഈ ലൈഫ് എന്ന് പറയുന്നത്. സോ എവറിത്തിങ് പാർട്ട് ഓഫ് ദ ലൈഫ്. സോ ഈ ഒരു ബാഡ് ഡേ ഉണ്ടായാൽ ഇറ്റ്സ് ഓക്കെ, അത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. നമ്മൾ നെക്സ്റ്റ് ഡേ നമ്മളത് റിക്കവർ ചെയ്ത് മുന്നോട്ട് പോകും. അങ്ങനെ വേണം ചിന്തിക്കുക. അല്ലാതെ ഇന്നത്തെ ദിവസം ഇങ്ങനെ ആയിപ്പോയി, അങ്ങനെ ആയിപ്പോയി, എനിക്ക് ചെയ്യാൻ പറ്റിയില്ല, എൻ്റെ പ്രോബ്ലമാണ്, അങ്ങനെ ഈ സെൽഫായിട്ടുള്ള കാര്യങ്ങൾ, സെൽഫായിട്ടുള്ള നെഗറ്റീവ് തോട്ട്സ് പരമാവധി നിങ്ങൾ ഒഴിവാക്കണം. നെവർ മിസ് ട്വൈസ്. അതായത് ഇപ്പം നിങ്ങൾക്ക് ഒരു തവണ ഒരു കാര്യം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റില്ല, ബട്ട് സെക്കൻഡ് ടൈം നിങ്ങൾ അതിൽ നിന്ന് ഉയർന്നു വരണം. നമുക്ക് ഈ ഡൗൺഫോൾസ് ഉണ്ടാവാം, സ്റ്റക്കായി പോകുന്ന ഡേയ്സ് ഉണ്ടാവാം, അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന അൺപ്രൊഡക്റ്റീവ് ഡേ ഉണ്ടാവാം. പക്ഷേ അത് കഴിഞ്ഞിട്ട് നമുക്കുള്ള ചാൻസ് ഉണ്ടല്ലോ, ആ ചാൻസ് നമ്മൾ ഈ സെയിം അൺപ്രൊഡക്റ്റീവ് ഡേ റിപ്പീറ്റ് ചെയ്യാതെ ഇരിക്കണം. നമുക്ക് ആ ഒരു സെക്കൻഡ് ചാൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ന്യൂ ബിഗിനിങ് ആയിട്ട് നമ്മൾ വീണ്ടും തുടങ്ങും, അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി തുടങ്ങി വെച്ചതിനെ തുടർന്നു കൊണ്ടുപോകും. എങ്ങനെ തുടർന്നു കൊണ്ടുപോകാം? അവിടെയാണ് ഈ കൺസിസ്റ്റൻസി എന്ന വാക്കിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. ഞാനിപ്പോൾ നിങ്ങളോട് ചോദിക്കട്ടെ, എന്താണ് ഈ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊരു ഗോൾ ഉണ്ടായിരിക്കും. ഈ ഗോളിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു യാത്ര ഉണ്ടായിരിക്കും നമുക്ക്, അല്ലെ? ഈ യാത്ര എന്ന് പറയുന്നത് ചില ഹാബിറ്റ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും. ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആവർത്തിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഹാബിറ്റ്, അല്ലെ? അപ്പൊ നമ്മൾ ഒരു ഗോളിലേക്ക് എത്തിച്ചേരാനുള്ള ചില ഹാബിറ്റ്സ് നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നു. അതായത് ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. അതായത് നിങ്ങളൊരു പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഗോൾ എന്ന് പറയുന്നത് നമ്മുടെ എക്സാം ആണ്. അപ്പോൾ ഈ എക്സാമിന് നല്ല മാർക്ക് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നന്നായിട്ട് പഠിക്കണം. ഈ എക്സാമിന് നല്ല മാർക്ക് കിട്ടണമെങ്കിൽ നമ്മൾ നന്നായിട്ട് പഠിക്കണം. നമ്മൾ പഠിക്കുക എന്നുള്ള നമ്മുടെ ഒരു ബിഹേവിയർ ആയിട്ട് കൊണ്ടുവരികയാണ്, നമ്മളൊരു പെരുമാറ്റം. നമ്മൾ ഇന്ന് പഠിക്കുന്നു, നാളെ പഠിക്കുന്നു, ഓരോ ദിവസവും കുറച്ച് കുറച്ചായിട്ട് പഠിക്കുന്നു എന്നുള്ളത് നമ്മൾ ഈ ആവർത്തിച്ച് ചെയ്യുന്ന നമ്മുടെ ഒരു ബിഹേവിയർ, അല്ലെ? നമ്മുടെ ഒരു പെരുമാറ്റമാണ് നമ്മുടെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. അതായത് നമുക്കൊരു ഗോൾ ഉണ്ട്, ആ ഗോളിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് ഒരു പ്രോസസ്സ് ഉണ്ട്. ആ പ്രോസസ്സിനെ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നമ്മൾ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഈ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഒരിക്കലും സ്റ്റോപ്പായി പോകാതെ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുക, അങ്ങനെയല്ല. സ്റ്റോപ്പായി പോയാലും വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്നതിനെയാണ്, കണ്ടിന്യൂ ചെയ്യുന്നതിനെയാണ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. അല്ലാതെ ഒരു പോയിന്റിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നു, ഒരു എക്സാമിന് വേണ്ടി പഠിക്കാൻ വേണ്ടി കുറച്ച് ദിവസം നിങ്ങൾ പഠിക്കുന്നു, ആ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ നിങ്ങൾ ഡിസ്ട്രാക്റ്റഡ് ആവുന്നു, പഠിക്കാൻ കഴിഞ്ഞില്ല, അത് അവിടെ വെച്ച് സ്റ്റോപ്പായിട്ട് പൂർണ്ണമായിട്ട് നിങ്ങൾ അത് ഗീവ് അപ്പ് ചെയ്യുന്നു. അവിടെ കൺസിസ്റ്റൻസി ഇല്ല. കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് ദിവസം പറ്റിയില്ല, മറ്റു ചില സാഹചര്യങ്ങളാവട്ടെ, അല്ലെങ്കിൽ സെൽഫായിട്ട് എന്തെങ്കിലും ഡിസ്ട്രാക്റ്റഡ് ആയി പോയതാവട്ടെ, പക്ഷേ വീണ്ടും നിങ്ങൾ ചിന്തിക്കുകയാണ്, ഇല്ല എനിക്ക് പഠിക്കണം, എനിക്കത് ആഗ്രഹമുണ്ട്, എനിക്ക് ജോലി കിട്ടണം, അല്ലെങ്കിൽ ഞാനതിന് പാസ്സാവണം എന്ന് നമ്മളത് വിചാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഏത് മൊമെന്റ് ആണോ നമ്മൾ സ്റ്റോപ്പ് ആയപ്പോൾ അത് ജസ്റ്റ് ഒരു പോസ് ആയിട്ട് മാത്രമേ കാണുക. അല്ലാതെ അത് 4 hours സ്റ്റോപ്പ് ആയി പോയാൽ ജസ്റ്റ് ഒരു
പോസ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, വീണ്ടും മുന്നോട്ട് പോകുന്നു. വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ അതുവരെ ചെയ്തുകൊണ്ടിരുന്ന ഒരു ബിഹേവിയർ, അതായത് ഇപ്പൊ പഠിക്കുക എന്നുള്ളൊരു കാര്യമാണ് നമ്മുടെ ഒരു പെരുമാറ്റ രീതി റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ നമ്മൾ വീണ്ടും പഠിക്കും, വീണ്ടും മുന്നോട്ട് പോകും, വീണ്ടും ചിലപ്പോൾ സ്റ്റോപ്പ് ആവും, പക്ഷെ നമ്മൾ വീണ്ടും അത് തുടർന്നുകൊണ്ട് പോകും. ദിസ് ഈസ് വാട്ട് വി കോൾ കൺസിസ്റ്റൻസി. ഓക്കെ, ഇനി ഇത് എന്തും ആകാം. നിങ്ങൾ എന്ത് ലക്ഷ്യത്തിന് വേണ്ടി, നിങ്ങൾ ചിലപ്പോൾ ഒരു വെയിറ്റ് ഗെയിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുന്ന ഒരാളാവും, അല്ലെങ്കിൽ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുന്ന ഒരാളാണെന്ന് വെക്കുക. അപ്പം നമുക്ക് നിരന്തരമായിട്ട് വ്യായാമം ചെയ്യേണ്ടതുണ്ട്. പക്ഷേ നമുക്ക്, അല്ലെങ്കിൽ നിരന്തരമായിട്ട് നമുക്ക് കൃത്യമായ ഭക്ഷണ രീതികൾ ഫോളോ ചെയ്യേണ്ടതുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ചില ദിവസങ്ങൾ അത് പറ്റില്ല, ഇറ്റ്സ് ഫൈൻ. അത് നമ്മുടെ മനുഷ്യരാണ്, നമ്മുടെ പാർട്ട് ഓഫ് ദ ലൈഫാണത്. പക്ഷേ ആ പറ്റില്ല എന്നുള്ള, പറ്റാതെ പോയ ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ആ ലക്ഷ്യത്തെക്കുറിച്ച് ചിന്തിച്ച് വീണ്ടും നമ്മൾ അതേ കാര്യം ചെയ്യുന്നു, അതേ എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു സന്നദ്ധത കാണിച്ച് ഡെഡിക്കേഷനോടുകൂടി അത് പോകുന്നു, ചെയ്യുന്നു. അല്ലെങ്കിൽ നമുക്ക് ചില എക്സസൈസ് ചെയ്യാനാണെങ്കിൽ അത് ചെയ്യാൻ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, റീസ്റ്റാർട്ട് ചെയ്യുന്നു, വീണ്ടും നമ്മൾ ട്രാക്കിൽ വരുന്നു. See, this is consistency. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇനി എത്ര തവണ ബ്രേക്ക് ആയി പോയിട്ടുണ്ടെങ്കിലും നമ്മൾ ഇപ്പോഴും വീണ്ടും വരാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോഴും വീണ്ടും അത് ചെയ്യാനുള്ള മനസ്സ് നമുക്കുണ്ടെങ്കിൽ നമുക്ക് കൺസിസ്റ്റൻസി ഉണ്ട്, അല്ലേ? അതായത് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഒരിക്കലും വീഴാതിരിക്കുക എന്നതല്ല. വീണ് കഴിഞ്ഞാലും അവിടെ നിന്ന് എഴുന്നേറ്റ് മുന്നോട്ട് പോകാൻ കഴിയുന്നതാണ്. ഓക്കെ, കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഒരിക്കലും സ്റ്റോപ്പായി പോകാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതല്ല. സ്റ്റോപ്പായി പോകുന്നതും സ്റ്റക്കായി പോകുന്നതും ഒക്കെ ഉണ്ടാവും. പക്ഷെ എന്നാലും നമ്മൾ എന്ത് ചെയ്യുന്നു, വീണ്ടും അത് കണ്ടിന്യൂ ചെയ്ത് വീണ്ടും മുന്നോട്ട് പോകുന്നു. ഇപ്പൊ ക്ലിയർ അല്ലേ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളത്? ഇനി ഈ കൺസിസ്റ്റൻസി നമ്മുടെ ലൈഫിൽ നമ്മൾ ഈ കൺസിസ്റ്റൻസി കൊണ്ടുവരുന്നതിൽ അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ സ്ട്രഗിൾ ചെയ്യുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പലപ്പോഴും നമ്മളെ കുറിച്ച് മനസ്സിലാക്കില്ല. നമ്മുടെ സിറ്റുവേഷനും നമ്മുടെ ലൈഫും അല്ലെങ്കിൽ നമ്മുടെ ഒരു ബയോളജിക്കൽ ക്ലോക്ക് ഒന്നും മനസ്സിലാക്കാതെ നമ്മൾ ഒരു മീൻസ് ഒന്നുകിൽ മറ്റാരെങ്കിലും ചെയ്യുന്ന ഒരു റൊട്ടീൻ ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും, അല്ലെങ്കിൽ നമ്മൾ റാൻഡംലി ഒരു ഡേ, ഓക്കെ രാവിലെ 10 മണി തൊട്ട് ഞാൻ എൻ്റെ പഠനം തുടരാൻ പോകും, അല്ലെങ്കിൽ 10 മണി തൊട്ട് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്ന കണ്ടന്റ് ക്രിയേഷൻ ചെയ്യാൻ പോകും, അല്ലെങ്കിൽ ഞാൻ 10 മണി തൊട്ട് ഞാൻ ജിമ്മിൽ പോകും, എക്സസൈസിന്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമ്മൾ ഏതെങ്കിലും ഒരു ടൈം 10 മണിയെന്നോ 2 മണിയെന്നോ 4 മണിയെന്നോ എന്തെങ്കിലുമൊക്കെ ഒരു ടൈം അങ്ങ് സെറ്റ് ചെയ്തിട്ട് നമ്മൾ ആ സമയത്ത് നമ്മൾ പോകാൻ ശ്രമിക്കും. ചിലപ്പോൾ ആ സമയത്ത് വേറെ എന്തെങ്കിലും കാര്യം വരും, പോകാൻ പറ്റില്ല. ചിലപ്പോൾ ഇനി ഉറങ്ങേണ്ട സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഈ മിസ്സായ സമയം വീണ്ടും കൊണ്ടുവരാൻ ശ്രമിക്കുക. അപ്പോൾ ഉറക്കം പോവും. അപ്പോൾ അടുത്ത ദിവസം നമ്മൾ എഴുന്നേൽക്കാൻ വൈകും. അപ്പോൾ അടുത്ത ദിവസത്തെ കാര്യം വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് കൺസിസ്റ്റൻസി നമ്മുടെ ലൈഫ് വേണമെങ്കിൽ നമ്മൾ ആദ്യം സെറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്കൊരു ടൈം ടേബിൾ സെറ്റ് ചെയ്യണം. ടൈം ടേബിൾ എന്ന് പറയുന്നത് നോർമലി നമ്മളൊരു ബുക്ക് എടുക്കുക, രാവിലെ ഇത്ര മണിക്ക് എണീറ്റ് ഇത്ര മണിക്ക്, അങ്ങനെ അതല്ല. ഫസ്റ്റ് നമ്മൾ ഈ ടൈം ടേബിളിൽ ഫസ്റ്റ് നമ്മൾ എഴുതേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഉറക്കത്തെ കുറിച്ചിട്ടാണ്. ഈ ഉറക്കം എന്ന് പറയുന്നത് ട്രസ്റ്റ് മീ ഒരു 25 ഇയേഴ്സ് വരെയൊക്കെ മാക്സിമം, അതായത് ഒരു 14 ഇയേഴ്സ് തൊട്ട് ഒരു 14 വയസ്സ് മുതൽ ഒരു 25 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ നമുക്ക് ഈ ഉറക്കം സാക്രിഫൈസ് ചെയ്ത് പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല നമ്മൾ ഉറങ്ങിയില്ലെങ്കിലും. ഓക്കെ, ആ ഒരു പ്രായപരിധിയിലാണ് നിങ്ങൾ ഉള്ളതെങ്കിൽ ഉറക്കം അങ്ങോട്ടും ഇങ്ങോട്ടും സാക്രിഫൈസ് ആയാലും നിങ്ങൾക്കത് വലിയ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല ആ ഒരു ഏജ് പീരീഡിൽ, ടൈം അല്ലെങ്കിൽ ഒരു ഏജ് ഗ്രൂപ്പിൽ. പക്ഷേ ഒരു 25 ഓൺവേർഡ്സ് അതിന് ശേഷമുള്ള സമയമാണെങ്കിൽ ഉറക്കത്തിന് നിങ്ങൾ കൃത്യമായിട്ടുള്ള സമയം കൊടുക്കണം. ഉറക്കത്തിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയം നിങ്ങളുടെ ഗ്രോത്തിന് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയവും നിങ്ങളുടെ തലച്ചോറിന് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയവും ഈ ആങ്സൈറ്റി, ഡിപ്രഷൻ പോലെയുള്ള പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് റിക്കവർ ആകാൻ പറ്റുന്ന, നമ്മുടെ ബ്രെയിൻ എല്ലാം ഒന്ന് റീസെറ്റ് ചെയ്തെടുക്കുന്ന ഒരു സമയവും ഒക്കെയാണ് ഉറക്കം എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ കൊടുക്കുന്ന ഒരു റിലാക്സിങ് ടൈം പീരീഡോ അല്ലെങ്കിൽ നമ്മുടെ ഒരു വെറും സുഖമായി കിടന്നുറങ്ങുന്ന ഒരു നിസ്സാരമായ കാര്യമൊന്നുമല്ല. ഉറക്കം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും ഹെൽത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം നമ്മൾ ഈ ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഹൗ മെനി അവേഴ്സ് യു നീഡ് ടു സ്ലീപ്പ് എന്നതാണ്. അതായത് എത്ര മണിക്കൂർ നമുക്ക് ഉറങ്ങണം എന്നുള്ളത്. അപ്പോൾ അതൊരു മിനിമം 7 മണിക്കൂർ നിങ്ങൾ ഉറങ്ങണം. 7 to 8 മണിക്കൂർ, പക്ഷെ 7 മണിക്കൂർ നിർബന്ധമായിട്ട് ഉറങ്ങിയിരിക്കണം. അപ്പോൾ എത്ര മണിക്കാണ് ഉറങ്ങാൻ പോകുന്നത്, എത്ര മണിക്കാണ്
ഉറങ്ങി എഴുന്നേൽക്കുന്നത് എന്നുള്ളതിനെ പറ്റി നമുക്കൊരു ധാരണ ഉണ്ടായിരിക്കണം. ഇതായിരിക്കണം നമ്മുടെ ടൈം ടേബിൾ സെറ്റ് ചെയ്യുന്നതിൻ്റെ ബേസിക് കാര്യം. ഉറക്കം കഴിഞ്ഞുള്ള കാര്യം കഴിഞ്ഞു മതി ബാക്കിയുള്ള കാര്യം. അപ്പോൾ 24 മണിക്കൂർ നമുക്ക് സമയമുണ്ട്. ഈ 24 മണിക്കൂറിൽ 15 മണിക്കൂർ ഞാനങ്ങ് പഠിക്കും, അല്ലെങ്കിൽ 20 hours ഞാനിരുന്ന് പഠിക്കും, അങ്ങനെയുള്ള തീരുമാനങ്ങളൊന്നും എടുക്കരുത്. അത് എടുത്തു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ദിവസം നമുക്ക് അതിനു വേണ്ടി നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ അടുത്ത ദിവസം നമ്മൾ അത് അത്രയും ട്രെയിൻ ചെയ്യും. സോ നമുക്ക് ബ്ലൈൻഡ്ലി 15 മണിക്കൂർ 20 മണിക്കൂർ അല്ലെങ്കിൽ 24 മണിക്കൂർ ഞാൻ പഠിക്കും, അല്ലെങ്കിൽ 24 മണിക്കൂർ ഞാൻ എൻ്റെ ഗോളിന് വേണ്ടി വർക്ക് ചെയ്യും, അങ്ങനെയല്ല. ഫസ്റ്റ് ഞാൻ പറഞ്ഞതുപോലെ ഉറക്കത്തിന്റെ സമയം 7 മണിക്കൂർ. അപ്പൊ കൃത്യമായിട്ട് 7 മണിക്കൂർ മിനിമം നിങ്ങൾ ഉറങ്ങുന്നു, മാക്സിമം 8. അതിൽ കൂടുതൽ ഉറങ്ങണ്ട, ഇതിൽ കുറച്ച് 7 കുറച്ച് ഉറങ്ങണ്ട. ഇനി 7 നിങ്ങൾക്ക് ഒരു തരത്തിൽ എത്തിക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ 6 മണിക്കൂർ ഫൈൻ. അതിൽ കുറഞ്ഞ ഒരു ഉറക്കത്തിന്റെ പീരീഡിനെ പറ്റി ചിന്തിക്കേ വേണ്ട. നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിന് ഉപരി നമ്മുടെ മെന്റൽ ഹെൽത്ത് എന്നുള്ളത് നമുക്ക് അതിലെന്തെങ്കിലും ഫ്ലക്ച്വേഷൻസ് വന്നാൽ പിന്നെ തീർന്ന് നമ്മൾ കംപ്ലീറ്റ്ലി ഡൗൺ ആയി. പിന്നെ നമ്മൾ ഒന്ന് ഉയർത്തേനും വെച്ച് കൊണ്ടുവരാനുള്ള എഫേർട്ട് എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. അല്ലെങ്കിൽ ഈ മെന്റലി നമ്മൾ ഡൗൺ ആയി പോകുന്ന സ്ട്രഗിളും ചില്ലറയൊന്നുമല്ല. മെന്റൽ ഹെൽത്തിന് ഉറക്കം വേണം. ഉറക്കത്തിന് 7 മണിക്കൂർ മിനിമം വേണം. അപ്പൊ 24 - 7 എത്രയാണ് ആൻസർ? 17 അഥവാ 17 മണിക്കൂറാണ് നിങ്ങളുടെ കയ്യിലുള്ളത്. അപ്പൊ ഇനി ചിന്തിക്കുമ്പോൾ 24 hours ഞാൻ ഇത്ര വർക്ക് ചെയ്യുന്നല്ല, 17 hours നിങ്ങൾ ഇത്ര വർക്ക് ചെയ്യും എന്നുള്ളതാണ്. ഈ 17 hours നമുക്ക് ഒരു ദിവസം രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നമ്മുടെ ഡെയിലി റൂട്ടീൻസ് ഉണ്ട്, നമ്മുടെ ഗെറ്റ് റെഡി ഫോർ ദ ഡേ അല്ലെ, നമ്മുടെ ദിനചര്യകളുണ്ട്, നമ്മൾ വാഷ്റൂമിൽ സ്പെൻഡ് ചെയ്യുന്ന ടൈമുണ്ട്, അതുപോലെ തന്നെ നമുക്ക് ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ ജസ്റ്റ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഈ ഫോണൊന്നും ഒരിക്കലും ഞാൻ നോക്കില്ല എന്നൊക്കെ പറഞ്ഞ് മാറ്റി വെച്ച് അങ്ങനെയൊന്നും നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ഓൾവൈസ് യൂസ് ടെക്നോളജി ദാൻ ടെക്നോളജി യൂസിങ് യു. നിങ്ങൾ ടെക്നോളജി വന്ന് യൂസ് ചെയ്യാൻ നിങ്ങൾ അനുവദിക്കരുത്. നിങ്ങൾ ടെക്നോളജിയെ ക്രിയേറ്റീവായിട്ട് യൂസ് ചെയ്താൽ നമുക്ക് ഹെൽപ്ഫുൾ ആയി വരിക മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു ദിവസം നമ്മൾ ഒരു സമയം നമ്മൾ കൊടുക്കാം. മോസ്റ്റ് ഓഫ് ദ ഡേ ഇപ്പോൾ നമ്മൾ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഫോൺ നോക്കുക, ആ ദിവസത്തെ അപ്ഡേറ്റ്സ് ഒക്കെ ഒന്ന് അറിയുക. അത് നമ്മൾ നാച്ചുറലി നമുക്കത് ആഗ്രഹം തോന്നുന്ന ഒരു കാര്യമാണ്, നമ്മൾ അറിയേണ്ടതുമാണ്. അല്ലാതെ ഒന്നും അറിയാതെ ബുക്ക് എടുത്ത് അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ആ ഒരു ഗോളിലേക്ക് പോകാനുള്ള കാര്യം ചെയ്ത് അത് നമുക്ക് പറ്റുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് നമുക്ക് ആകെ അവൈലബിൾ ആയിട്ടുള്ള 17 മണിക്കൂർ അല്ലെ ഉറക്കം കഴിഞ്ഞിട്ടുള്ള ഈ 17 മണിക്കൂറിൽ രാവിലെ എഴുന്നേറ്റ് നിങ്ങൾ ഫ്രഷപ്പ് ആവാനും ഫുഡ് ഉണ്ടാക്കി കഴിക്കാനും അതുപോലെ തന്നെ ഫോണൊക്കെ ഒന്ന് നോക്കാനും വേണ്ടി നിങ്ങളൊരു സമയം കൊടുക്കുക, ഒരു 4 hours കൊടുക്കുക. ഈ ഫസ്റ്റ് ഞാൻ പറയുന്നത് ജോലിക്കോ പഠിക്കാനോ മറ്റൊന്നിനും പോകാതെ ഫുൾ ടൈം അവൈലബിൾ ആയിട്ടുള്ള ഒരാളുടെ കാര്യമാണ് ഞാനിപ്പോൾ പറയുന്നത്. ഇതിനുശേഷം നമുക്ക് ജോലിക്കോ പഠിക്കാൻ പോകുന്നതോ അല്ലെങ്കിൽ മറ്റ് കമ്മിറ്റ്മെന്റ്സ് ഉള്ളവരുടെ കാര്യം ഇതിന് ശേഷം പറയാം. നിങ്ങൾക്ക് വേറെ വലിയ കമ്മിറ്റ്മെന്റ്സ് ഒന്നും ഇല്ലാതെ നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾ ആ ഗോളിന് വേണ്ടി പരിശ്രമിക്കുന്ന ഒരാളാണെങ്കിലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഈ പറയുന്ന 4 മണിക്കൂർ സമയം വിചാരിക്കുക, നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുന്നു, ബാക്കി നിങ്ങളുടെ ദിനചര്യകളൊക്കെ ചെയ്യുന്നു, അതിനുശേഷം നിങ്ങൾ ഫുഡൊക്കെ കഴിക്കുന്നു, ജസ്റ്റ് ഫോണിലൊക്കെ ആഗ്രഹമുള്ളതൊക്കെ പോലെ സ്ക്രോൾ ചെയ്യുന്നു. അതിന് നിങ്ങളൊരു മാക്സിമം 4 മണിക്കൂർ സെറ്റ് ചെയ്യാം. 24 മണിക്കൂറിൽ 7 മണിക്കൂർ ഉറക്കത്തിന് വേണ്ടി നമ്മൾ മാറ്റിവെച്ചു. ബാക്കി അവൈലബിൾ ആയ 17 മണിക്കൂറിൽ ഒരു 4 മണിക്കൂർ നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ ഈ പറയുന്ന കാര്യങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നു. ഇനി ബാക്കി നമുക്ക് എത്ര മണിക്കൂറുണ്ട്? 13 മണിക്കൂറുകളാണ് ഉള്ളത്. ഈ 13 മണിക്കൂറിനെ നമ്മൾ എഫക്റ്റീവായിട്ട് ഡിവൈഡ് ചെയ്ത് പഠിക്കുക. അരമണിക്കൂറോ 1 മണിക്കൂറോ ഉച്ചയ്ക്കോ അല്ലെങ്കിൽ അരമണിക്കൂറോ 1 മണിക്കൂറോ വൈകിട്ടോ മറ്റെന്തെങ്കിലും കാര്യത്തിനൊക്കെ സ്പെൻഡ് ആയി പോയാലും നമുക്കൊരു 4 മണിക്കൂർ എന്നുള്ളത് കണ്ടിന്യൂസ് കിട്ടും, വേറൊരു 4 മണിക്കൂർ കിട്ടും, പിന്നെ ഒരു 3 മണിക്കൂർ കിട്ടും. 11 മണിക്കൂർ നമുക്ക് ഉറപ്പായിട്ടും നമുക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും അല്ലെ. നമുക്ക് എത്ര സമയം നോട്ട്സ് പ്രിപ്പറേഷന് വേണ്ടിയിട്ട് വേണം, എത്ര സമയം നമുക്കതൊന്ന് റീഡ് ചെയ്ത് മനസ്സിലാക്കാനും റീകോൾ ചെയ്യാനും വേണ്ടി വേണം, എത്ര സമയം ജസ്റ്റ് അതൊന്ന് എഴുതി നോക്കാം അല്ലെങ്കിൽ ഒന്ന് റിമെമ്പർ ചെയ്യാൻ. ഞാൻ ഓൾവേസ് പറയുന്നതാണ്, നമ്മൾ പഠിക്കുമ്പോൾ എപ്പോഴും റിവൈസ് ചെയ്ത് പഠിക്കണം, നമ്മൾ റീകളക്ട് ചെയ്ത് പഠിക്കണം. അതാണ് നമ്മുടെ ബ്രെയിൻ ഓർത്തിരിക്കുക. നമ്മൾ പഠിച്ച് എഴുതി കഴിഞ്ഞു, പഠിച്ചു കഴിഞ്ഞു, എന്നിട്ട് നമ്മൾ വീണ്ടും ആ ക്വസ്റ്റ്യൻസ് ഒന്നുകൂടി സ്വന്തമായിട്ട് എഴുതി അതിൻ്റെ ആൻസേഴ്സ് നമ്മൾ ഓർമ്മയിൽ നിന്ന് ഓർത്തെടുത്ത് എഴുതാൻ ശ്രമിക്കുമ്പോഴാണ് നമ്മുടെ ബ്രെയിൻ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുകയും ഈ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും നമ്മുടെ ബ്രെയിനിൽ സ്റ്റോർ ആവുകയും ചെയ്യുന്നത്. ഇത് പഠിക്കുന്നവരുടെ കാര്യം. ഇനി നിങ്ങൾ
ഒരു കണ്ടന്റ് ക്രിയേഷൻ ആണ് നിങ്ങളുടെ മേഖല എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള കണ്ടന്റിനെ പറ്റിയിട്ടുള്ള ഒരു ഔട്ട്ലൈൻ തയ്യാറാക്കുന്നതിനെ പറ്റിയിട്ട് ഇത്ര മണിക്കൂർ, അതിനുശേഷം ഷൂട്ട് ചെയ്യുന്നതിന് വേണ്ടി ഇത്ര മണിക്കൂർ, എഡിറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഇത്ര മണിക്കൂർ, ഇതിനിടയിൽ റെസ്റ്റ് ചെയ്യുന്നതിന് ഇത്ര മണിക്കൂർ, അത് കഴിഞ്ഞിട്ട് ഇത് അപ്ലോഡ് ആകാൻ ഇത്ര മണിക്കൂർ എന്നുള്ള രീതിയിൽ കറക്റ്റ് അത് ചെയ്യുക. ഇനി വെയിറ്റ് ലോസിന് വേണ്ടി ചെയ്യുന്ന ഒരാളാണെങ്കിൽ അങ്ങനെ. ഇതൊന്നുമല്ല, നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ഒരു ഗോളുള്ള ഒരാളാണ്, അതിനു വേണ്ടി നിങ്ങൾ ശ്രമിക്കുന്ന ഒരാളാണ്, ഒരു പുസ്തകം എഴുതുന്ന ഒരാളാണ് ിരിക്കട്ടെ. അപ്പോൾ ഈ സമയം നമ്മൾ നമ്മുടെ ആവശ്യത്തിന് നമ്മുടെ അഭിരുചിക്കും അനുസരിച്ച് ഡിവൈഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഇതിപ്പോൾ എനിക്ക് കറക്റ്റ് ഞാൻ ഇങ്ങനെ പറഞ്ഞു തരുമ്പോൾ അത് ശരിക്കും നിങ്ങൾക്ക് വർക്ക് ആവണമെന്നില്ല. അപ്പോൾ ഇത്ര മണി മുതൽ ഇത്ര മണി വരെ എന്നുള്ളതും ഈ ഇത്ര മണി മുതൽ ഇത്ര മണി വരെയുള്ള ടൈം പീരീഡിൽ എന്താണ് നിങ്ങൾ ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ കറക്റ്റ് സെറ്റ് ചെയ്തെടുക്കുക. ഫുൾ ടൈം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ടൈം നിങ്ങൾ ജോലിക്ക് പോകുന്ന ഒരാളാണ്, ഒരു 8-9 മണിക്കൂർ ജോലി സ്ഥലത്തും അതുപോലെ തന്നെ യാത്രയ്ക്കും ചിലപ്പോൾ സ്പെൻഡ് ആയിപ്പോവും. ഇനി ഇതൊന്നും അല്ലെങ്കിൽ ചെറിയൊരു കുഞ്ഞുമായിട്ട് നിങ്ങളുടെ ഗോളിന് വേണ്ടി പരിശ്രമിക്കുന്ന ഒരാളാണ്. സോ മദർ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് കുറേ കമ്മിറ്റ്മെന്റ്സ് ഉണ്ടായിരിക്കും. അതിനൊക്കെ ടൈം എങ്ങനെയായിരിക്കും പോകുന്നതെന്ന് ചിന്തിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ സ്കൂളിലോ കോളേജിലോ പോയി പഠിക്കുന്ന ഒരാളാണെങ്കിൽ അതിൻ്റെ സമയം കഴിഞ്ഞ് എത്ര സമയമാണ് എനിക്ക് എൻ്റെതായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുക, ഇതെല്ലാം ഡിപ്പെൻഡ്സ് അപ്പോൺ യു. അത് നമ്മൾ ചിന്തിക്കുക, എനിക്ക് എത്ര സമയം എവിടെയൊക്കെ സ്പെൻഡ് ആകുന്നു, ആ സമയമൊന്നും സാക്രിഫൈസ് ചെയ്യാതെ എവിടെയാണ് എനിക്ക് സമയം കണ്ടെത്താൻ പറ്റുന്നത്, ആ സമയം ഞാൻ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം. അങ്ങനെ നമ്മൾ ചിന്തിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്കൊരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള കൺസിസ്റ്റൻസി കിട്ടുന്നത്. മനസ്സിലായോ? അതായത് നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, നോ അബൌട്ട് അവർ സെൽഫ്. നമുക്ക് നമ്മളെ പറ്റി അറിയണം. ഫസ്റ്റ് നമ്മൾ നമ്മളെ പറ്റി അറിയുക. നമുക്ക് ഏത് സമയമാണ് ഏറ്റവും കൂടുതൽ പ്രൊഡക്റ്റീവായിട്ട് ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യാൻ പറ്റും. ചിലർ ഡേ ടൈമിൽ വളരെയധികം ആക്റ്റീവ് ആയിരിക്കും, ഉത്സാഹവും ഉന്മേഷവും ഉണ്ടായിരിക്കും. ചില ആൾക്കാർക്ക് നൈറ്റ് ടൈമിലായിരിക്കും, ചില ആൾക്കാർക്ക് ഈവനിങ് ടൈമിലായിരിക്കും, ചിലർക്ക് സന്ധ്യാസമയം കഴിഞ്ഞിട്ടുള്ള സമയമായിരിക്കും. അപ്പോൾ നമ്മൾ ചിന്തിക്കുക, നമുക്ക് ഏത് സമയമാണ് ഏറ്റവും കൂടുതൽ ഉത്സാഹത്തോടെ നമ്മുടെ ഗോളിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഏത് സമയമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ലഭ്യമായിട്ടുള്ള നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളും കമ്മിറ്റ്മെന്റ്സും ഒക്കെ കഴിഞ്ഞ് നമുക്ക് എപ്പോഴാണ് ലഭ്യമായിട്ടുള്ളത്, എപ്പോഴാണ് നമുക്ക് ഇഷ്ടമുള്ള സമയം. ഈ രണ്ട് തമ്മിൽ നമ്മളൊരു അലൈൻമെന്റ് ഉണ്ടാവണം. ഇത് തമ്മിലൊരു മിസ്മാച്ച് ആണെങ്കിൽ കാര്യമൊന്നും സെറ്റ് ആവില്ല. സോ ഫസ്റ്റ് ഇതൊന്ന് മാച്ച് ആക്കുക. എന്നിട്ട് ആ സമയം നമ്മൾ വർക്ക് ചെയ്യാൻ വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുക. ബാക്കി ടൈംസ് ഡിവൈഡ് ചെയ്ത് നിങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കൊടുക്കുക. ദയവായി ഒരു കാര്യത്തെയും സാക്രിഫൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഗോളിന് വേണ്ടി ഇറങ്ങാതിരിക്കുക. നമ്മൾ സാക്രിഫൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ അതൊരു അലേർട്ടായിട്ടാണ് അതിന് കിട്ടുക. അത് വീണ്ടും അതിനെപ്പറ്റി ചിന്തിക്കാനും അതിലേക്ക് ഗോ ബാക്ക് ചെയ്യാനും ഒക്കെയുള്ള ടെൻഡൻസി നമുക്ക് കൂടും. അതുകൊണ്ട് ഒന്നിനെയും സാക്രിഫൈസ് ചെയ്യാതെ നമ്മുടെ ഗോളിലേക്ക് എത്തണമെങ്കിൽ നമുക്ക് ഉള്ള നമ്മുടെ സമയത്തെ കറക്റ്റായിട്ട് അതിനെ അലോട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അത് ഉത്സാഹമുള്ളത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ടൈമിൽ ഒരു മാച്ചിങ് കണ്ടെത്തി ആ സമയം ചിലപ്പോൾ 1 മണിക്കൂറായിരിക്കും. ഓക്കെ, ഞാൻ ഈ ആദ്യം പറഞ്ഞതുപോലെയുള്ള അത്രയും അവേഴ്സ് ഒന്നും കിട്ടില്ല. നിങ്ങൾക്ക് ആകെ ഒരൊറ്റ മണിക്കൂറായിരിക്കും ഇതെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങളുടെ ആയിട്ടുള്ള ടൈം കിട്ടുന്നെങ്കിൽ മതി. ആ 1 മണിക്കൂറാണെങ്കിലും മതി, ഇനി 1/2 മണിക്കൂറാണെങ്കിലും മതി. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് പ്രോഗ്രഷൻ ഉണ്ടാവും. റിസൾട്ട് എന്ന് ഞാൻ പറയില്ല. റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഓവർനൈറ്റ് കിട്ടുന്ന ഒരു കാര്യം, പെട്ടെന്ന് കിട്ടുന്ന ഒരു കാര്യമല്ല. അങ്ങനെ കിട്ടുന്ന ഒരു കാര്യമാണെങ്കിൽ അത് ഒരുപാട് കാലം നിലനിൽക്കുകയുമില്ല. സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ടുള്ള പ്രോഗ്രഷനാണ് നമുക്ക് വേണ്ടത്. അതാണ് നമുക്ക് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവുകയും നമ്മുടെ ഗ്രോത്തിന് വേണ്ടി സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമുക്ക് പറ്റുന്ന സമയം ഇൻവെസ്റ്റ് ചെയ്യുക. ആ സമയം വേറെ യാതൊരു ഡിസ്ട്രാക്ഷനും ഇല്ലാതെ മൈൻഡ് പൂർണ്ണമായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് നമ്മൾ ആ ഒരു ഗോളിലേക്ക് എത്താൻ വേണ്ടി എന്താണ് നമുക്ക് വേണ്ടത് നമ്മൾ ചെയ്യുന്നു. നമ്മൾ മാക്സിമം എല്ലാ ദിവസവും ഇതേ ടൈം ടേബിളിൽ മുന്നോട്ട് പോവുക. ഈ ടൈം ടേബിൾ നിങ്ങൾ ഒരു പേപ്പറിൽ എഴുതി ഒട്ടിക്കുകയോ അല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് പ്രിന്റ് ചെയ്ത് ഒട്ടിക്കുക. നമ്മൾ എപ്പോഴും അത് വിസിബിൾ ആയിരിക്കണം. ആ വിസിബിലിറ്റിയാണ് നമ്മളെ റിമൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ചിലപ്പോൾ നമുക്ക് പറ്റാത്ത ദിവസം ഉണ്ടായിരിക്കും, നമ്മൾ മൂഡ് ഓഫ് ആയ ഡേ ഉണ്ടാവും, നമ്മൾ ഫിസിക്കലി ഓക്കെ അല്ലാത്ത ദിവസം ഉണ്ടാവും, മെന്റലി ഓക്കെ അല്ലാത്ത, ഇമോഷണലി നമ്മൾ ഫുള്ള് ഡിസ്ട്രോയിഡ് ആയി പോകുന്ന ദിവസം ഉണ്ടാവുക. ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഇടയ്ക്ക് നമ്മൾ വിചാരിക്കാത്ത ഒരു പ്രശ്നമെന്ന് നമ്മളെ തളർത്തുന്ന ഒരു ദിവസം ഉണ്ടാവുക. എല്ലാം ഉണ്ടാവും. ഉണ്ടായിക്കോട്ടെ, യു ഡൗൺ, യു സ്വിച്ച് ഓഫ്, നത്തിങ്, ഒന്നുമില്ലാത്തൊരു സ്റ്റക്കായ ഒരു ഇടവേളയ്ക്ക് ശേഷം
വീണ്ടും നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺസിസ്റ്റൻസി ഉണ്ട് അവിടെ, അല്ലാതെ നിങ്ങൾ കൺസിസ്റ്റൻസി ഇല്ലാത്ത ഒരാളല്ല. സോ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ഉറപ്പായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റും. അപ്പോൾ എത്രയൊക്കെ നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റീവ് ആയില്ല എന്നൊരു കുറ്റബോധം വരുമ്പോൾ നിങ്ങൾ ചിന്തിക്കുക, ഇറ്റ്സ് പാർട്ട് ഓഫ് ദ ലൈഫ്, ഇറ്റ്സ് ഓക്കെ നോട്ട് ടു ബി ഓക്കെ. ഇറ്റ്സ് ഓക്കെ എനിക്ക് പറയുന്ന ദിവസങ്ങൾ അങ്ങനെ ആവുന്നതൊക്കെ ഇതൊക്കെ നോർമലാണ്. എല്ലാവരുടെ ജീവിതത്തിലുള്ള എല്ലാ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളും ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടാണ് സക്സസ്ഫുൾ ആയിട്ടുള്ളത്. അതുകൊണ്ട് വി ഹാവ് ടു റീസ്റ്റാർട്ട്. നമുക്ക് ഇനിയും ടൈമുണ്ട്, നമുക്ക് ചെയ്യാം. പക്ഷെ ആ ഇനിയുള്ള ടൈം എന്ന് പറഞ്ഞാൽ നൗ ആണ്. നൗ ഓർ നെവർ എന്നുള്ളൊരു ഐഡിയോളജി നിങ്ങൾക്ക് എപ്പോഴാണോ ഈ ഒരു ചിന്ത വരുന്നത്, ജസ്റ്റ് സ്റ്റാർട്ട് ഫ്രം ദാറ്റ് മൊമെന്റ്. അല്ല നാളെ എന്ന് പറഞ്ഞിട്ട് സെറ്റ് ചെയ്യാതെ ഇരിക്കാതെ, അത് കുറേ സമയം സെറ്റ് ചെയ്യണമെന്നല്ല, അറ്റ്ലീസ്റ്റ് 10 മിനിറ്റ്സ്. നിങ്ങൾക്ക് ഒരു ദിവസം ഒരു കാര്യവും പറ്റാത്ത, ഒട്ടും സമയമില്ലാത്ത ദിവസം ഒരു 10 മിനിറ്റ്സ് നിങ്ങൾക്ക് ഉറപ്പായിട്ട് പറ്റും. ആ ഒരു 10 മിനിറ്റ്സ് നിങ്ങൾ അതിനു വേണ്ടി കൊടുത്ത് അതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഇതെല്ലാം ചെയ്യാൻ ഇറങ്ങുമ്പോൾ എപ്പോഴും കയ്യിൽ ചെറിയൊരു ബുക്ക് കരുതുക. ഇതുപോലെ ഏത് ബുക്കോ, ഒരു നോട്ട് ബുക്കോ ചെറിയൊരു ഡയറിയോ ഒരു ബുക്ക് കരുതുക കയ്യിൽ. ഈ ബുക്കിൽ നമുക്ക് ട്രാക്കേഴ്സ് ഉണ്ടാക്കാൻ പറ്റും. അതായത് നമ്മൾ ഒരു ChatGPTയുടെ ഹെൽപ്പോട് കൂടിയിട്ടോ, അല്ലെങ്കിൽ നമ്മൾ ഗൂഗിൾ ഇമേജസിൽ നോക്കിയാലോ, അല്ലെങ്കിൽ നമുക്ക് സെൽഫായിട്ട് വേണമെങ്കിൽ നമുക്ക് ചെറിയൊരു ട്രാക്കിംഗ് ഷീറ്റ് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അത് നമുക്ക് നമ്മളെക്കുറിച്ച്, നമ്മുടെ മൂഡിനെ കുറിച്ച് ഒരു ട്രാക്കിംഗ് ഷീറ്റ് ഉണ്ടാക്കാം. നമുക്കുണ്ടാവുന്ന ഡിസ്ട്രാക്ഷൻ്റെ ഒരു ട്രാക്കിംഗ് ഷീറ്റ് ഉണ്ടാക്കാം. അതുപോലെ തന്നെ നമുക്ക് എന്താണ് നമ്മുടെ തോട്ട്സിൻ്റെ, പിന്നെ നമ്മൾ എത്രത്തോളം റിപ്പീറ്റഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്തു എന്നതിൻ്റെ കൺസിസ്റ്റൻസിയുടെ ഒരു ട്രാക്കിംഗ് ഷീറ്റ് ഉണ്ടാക്കാം. ഒരു സെറ്റ് സ്കെച്ച് പെൻസ് അല്ലെങ്കിൽ കളർ പെൻസിലോ എന്തെങ്കിലും വാങ്ങുക. ഇതൊന്ന് ഷെയ്ഡ്, ചെറിയ ചെറിയ കോളംസ്, ബോക്സസ് വരച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്ത് വെക്കുക. ഞാൻ വർക്ക് ചെയ്ത ദിവസം ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക, വർക്ക് ചെയ്യാത്ത ദിവസം അവിടെ ബ്ലാങ്കായി കിടക്കട്ടെ. അപ്പോൾ നമുക്ക് അത് കഴിയുമ്പോൾ ഫ്രീക്വൻലി നമ്മൾ ഇതൊന്ന് എടുത്ത് ഇതിൽ കൂടെ ഗോ ത്രൂ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ എത്രത്തോളം ഡിസ്ട്രാക്റ്റഡ് ആയി, എത്രത്തോളം നമ്മൾ വർക്ക് ചെയ്തു, നമ്മുടെ ചിന്തകളെ പറ്റി, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ പറ്റി, നമ്മുടെ എന്റർടൈൻമെന്റിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ എപ്പോഴും എഴുതി സൂക്ഷിക്കുന്നത് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ പ്രയോജനം ചെയ്യും. നിങ്ങൾക്ക് ബാറ്ററി ഡ്രെയിൻ ആവുന്ന പോലെ ഫീൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആ ചെയ്യുന്ന കാര്യം സ്റ്റോപ്പ് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ ഗോള് നിങ്ങളെ കൊല്ലാൻ വേണ്ടി നിങ്ങൾ അനുവദിക്കരുത്. നമുക്ക് പറ്റുന്നില്ല എന്ന് തോന്നിയാൽ ജസ്റ്റ് സ്റ്റോപ്പ്. നമുക്ക് ഒരു അതൊരു പോസാണ്, അപ്പോൾ സ്റ്റോപ്പ് അല്ല, ജസ്റ്റ് അതൊരു പോസാണ് നമ്മൾ എടുക്കുന്നത്. അതിനുശേഷം നമ്മൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യും. ആ ഒരു ഇടവേളയിൽ നിങ്ങൾക്ക് സമാധാനം കിട്ടാൻ വേണ്ടി എന്താണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം അതിലേക്ക് പോവുക. പിന്നെ എപ്പോഴും നമ്മളൊരു ഗോളിലേക്ക് പോകുമ്പോൾ ഈ ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരെ, നമ്മളെ പിന്തിരിപ്പിക്കുന്ന, നമ്മളെ കൊണ്ട് പറ്റില്ല, നമ്മളെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്ന് പറയുന്ന ആൾക്കാരെ ഒന്നും നമ്മൾ അടുപ്പിക്കാതിരിക്കുക. അവരെയൊക്കെ ഒന്ന് മാറ്റി നിർത്തുക, അല്ലെങ്കിൽ അവരെയൊക്കെ കട്ട് ഓഫ് ചെയ്ത് വിടുക, എന്തെങ്കിലുമൊക്കെ ചെയ്യുക. എന്നിട്ട് നമ്മളെ ഒരു ഹെൽത്തി സറൗണ്ടിങ് സൂക്ഷിക്കുക. ഇനി ഹെൽത്തി സറൗണ്ട് സൂക്ഷിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് നിങ്ങളുള്ളതെങ്കിൽ, ആരുമില്ല എന്നുള്ള അവസ്ഥയാണ് ബെറ്റർ ദാൻ നിങ്ങൾക്ക് കുറേ അൺവാണ്ടഡ് ആയിട്ടുള്ള ആളുകൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ട് എന്നുള്ളത്. സോ സമാധാനമായിട്ട് ഇരിക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങളുള്ള എൻവയൺമെൻറ്റ് എപ്പോഴും നീറ്റ് ആൻഡ് ക്ലിയർ, വിഷ്വൽ ക്ലട്ടേഴ്സ് ഒന്നും ഇല്ലാത്ത രീതിയിൽ സൂക്ഷിക്കാൻ ശ്രമിക്കുക. സോ ഉറപ്പായിട്ട് നമുക്ക് നമ്മുടെ ഗോൾ നമുക്ക് കിട്ടും. അതുകൊണ്ട് ഒരിക്കലും അൺപ്രൊഡക്റ്റീവായി പോയി എന്നുള്ള ദിവസത്തെക്കുറിച്ച് വിഷമിക്കാതെ, അത് പാർട്ട് ഓഫ് ദ ലൈഫാണ്. നമുക്ക് അതും കൂടെ ഉണ്ടെങ്കിലേ ലൈഫ് ബാലൻസ്ഡ് ആവുള്ളൂ എന്ന് ചിന്തിച്ചുകൊണ്ട് നെക്സ്റ്റ് മൊമെൻറ്റിൽ നമുക്ക് ജസ്റ്റ് ഒരു 5 മിനിറ്റ്സ് ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. 5 മിനിറ്റ്സ് നമുക്കത് ചെയ്ത് നോക്കുക എന്നുള്ള രീതിയിൽ നമുക്ക് തിരിച്ച് നമ്മളെ തന്നെ ട്രാക്കിലേക്ക് കൊണ്ടുവരാനുള്ള കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ എല്ലാത്തിൻ്റെയും ചുരുക്കം എന്ന് പറയുന്നത് ഈ ബീയിങ് ബിസി എന്നുള്ളതല്ല ഈ പ്രൊഡക്റ്റീവ് ആകുക എന്നുള്ളതിൻ്റെ ഒരു വഴി എന്ന് പറയുന്നത് ബീയിങ് ഇൻറ്റൻഷണൽ എന്നുള്ളതാണ്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇൻറ്റൻഷണൽ ആയിട്ട് ചെയ്യുക. നമുക്കൊരു ഇൻറ്റൻഷൻ ഉണ്ടാവണം. നമ്മളിപ്പോൾ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്നതാണെങ്കിലും, നമുക്ക് മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണെങ്കിലും, അല്ലെങ്കിൽ നമ്മുടെ ഒരു സെൽഫ് പേഴ്സണൽ ടൈം ആണെങ്കിൽ, എന്താണെങ്കിലും ഒരു ഇൻറ്റൻഷൻ ബേസ്ഡ് ആയിട്ട് നമ്മൾ മുന്നോട്ട് പോവുക. ഒരിക്കലും നമ്മൾ ബിസി ആവുക, ബീയിങ് ബിസി ഈസ് ബീയിങ് പ്രൊഡക്റ്റീവ് എന്ന് ചിന്തിക്കുന്നത് ഒരു മണ്ടത്തരമാണ്. നമ്മൾ എന്ത് ചെയ്യണം? ബീയിങ് ഇൻറ്റൻഷണൽ. നമുക്ക് എപ്പോഴും ഒരു ഇൻറ്റൻഷനോടുകൂടി മുന്നോട്ട് പോകാൻ പറ്റുന്നതിനെയാണ് പ്രൊഡക്റ്റീവ് ആയിട്ടിരിക്കുക എന്ന് പറയുന്നത്. അതായത് പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് മീനിങ് ഫുൾ ആയിട്ടുള്ള സ്മോൾ പ്രോഗ്രസ് ആണ്, അല്ലേ? അർത്ഥവത്തായിട്ടുള്ള നമ്മുടെ ഒരു ഗ്രോത്ത് ആണ്, നമുക്കുണ്ടാകുന്ന ഒരു പ്രോഗ്രസ് ആണ് പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. അതല്ലാതെ മാക്സിമം ആക്ടിവിറ്റി എന്നോ അല്ലെങ്കിൽ ഫുൾ ടൈം ബിസി ആയിട്ടിരിക്കുക എന്നുള്ളതൊന്നും അല്ല.
ഞാനിങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഈ പ്രൊഡക്ടിവിറ്റി എങ്ങനെ കൊണ്ടുവരാന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എന്ത് സ്റ്റെപ്പ് പറയും നമ്മൾ പ്രൊഡക്ടിവിറ്റിയുടെ? ഹാവിങ് എ ക്ലിയർ ഗോൾ, അല്ലേ? നമുക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു ഗോൾ ഉണ്ടായിരിക്കണം. നമുക്ക് യാതൊരു ഡൗട്ടും ആ ഗോളിനെ പറ്റി ഉണ്ടാകാതെ എനിക്കത് വേണം, എനിക്കത് അറ്റൈൻ ചെയ്യണം, അറ്റൈൻ ചെയ്തേ പറ്റും, എനിക്കത് കിട്ടണം, എൻ്റെ ലൈഫ് മാറും. അവിടെ ഒരു ക്ലാരിറ്റി ഉണ്ട്. അപ്പോൾ നമുക്ക് സ്പെസിഫിക് ആയിരിക്കണം, അല്ലാതെ വേഗമായിട്ട് ആവരുത്. ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള ഒരു ഗോൾ നമുക്ക് ഉണ്ടായിരിക്കണം. ദാറ്റ് ഈസ് എ വെരി ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടേക്ക് ആക്ഷൻ. അതിനുവേണ്ടി എന്താണ് ചെയ്യേണ്ടത്? ആ ആക്ഷനിലേക്ക് ജസ്റ്റ് ഒരു ഫസ്റ്റ് നമ്മൾ എൻറ്റർ ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ ടേക്ക് ആക്ഷൻ. തേർഡ് സ്റ്റെപ്പ് മാനേജിങ് യുവർ എനർജി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഊർജ്ജം നമുക്ക് പല രീതിക്ക് വിനിയോഗിക്കേണ്ടതുണ്ട്. അത് വിനിയോഗിക്കാതെ സാക്രിഫൈസ് ചെയ്ത് ഇതിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യരുത്, പറ്റില്ല. അതുകൊണ്ട് നമ്മുടെ എനർജി, നമ്മളിലുള്ള ഊർജ്ജത്തെ കറക്റ്റായിട്ട് എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്തുകൊണ്ട് നമ്മുടെ ഗോളിലേക്കുള്ള സമയം നമ്മൾ കണ്ടെത്തുക. കറക്റ്റ്. നാലാമത്തെ സ്റ്റെപ്പ് എന്താണ്? ഡൂയിങ് തിങ്സ് എഫക്റ്റീവ്ലി. അതായത് ഈ എഫക്റ്റീവ്നെസ്, അതായത് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ആകരുത്. നമ്മൾ എത്രത്തോളം എഫക്റ്റീവായിട്ടൊരു കാര്യം ചെയ്തു എന്നതിന് വേണം നമ്മൾ പ്രാധാന്യം കൊടുക്കുക. ഞാൻ 10 പേജ് വായിച്ചു എന്നതിനേക്കാൾ ഞാൻ 1 പേജ് വായിച്ചു, പക്ഷെ ഞാൻ തറവായിട്ട് അത് വായിച്ചിട്ടുണ്ട്, നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്, എനിക്കറിയാം എന്താണ് ആ 1 പേജിലുള്ളത്. അപ്പം ആ ഒരു എഫക്റ്റീവായിട്ട് പഠിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഒരു എഫിഷ്യൻസിക്ക് നമ്മൾ അവിടെ മുൻതൂക്കം കൊടുക്കുക എന്നുള്ളതാണ്. ഇനി 5ാമത്തെ സ്റ്റെപ്പ് എന്താണ്? നിങ്ങൾക്ക് അറിയണം എപ്പോഴാണ് ഒരു ബ്രേക്ക് എടുക്കേണ്ടത്, എപ്പോൾ പോസ് ചെയ്യണം, അല്ലെങ്കിൽ സ്റ്റോപ്പ് എന്നൊരു വാക്ക് ഞാൻ പറയില്ല, എപ്പോഴാണ് നമ്മളിത് പോസ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റി ഒരു ഐഡിയ ഉണ്ടായിരിക്കാം. അതിൽ നമുക്ക് ഐഡിയ ഇല്ലെങ്കിൽ തന്നെ നമുക്ക് പോസ് ചെയ്യേണ്ട ഒരു മൊമെന്റ്, ജസ്റ്റ് പോസ് ഇറ്റ് ആൻഡ് നമുക്ക് സ്റ്റെപ്പ് ബാക്ക് ചെയ്യാം, മറ്റുള്ള കാര്യങ്ങൾ, ബട്ട് കം ആൻഡ് കണ്ടിന്യൂ എന്നുള്ള രീതിയിൽ. ഓക്കെ. ലാസ്റ്റ് സ്റ്റെപ്പ് ഈസ് അക്സെപ്റ്റ് അൺസർട്ടനിറ്റി ആൻഡ് ഇംപെർഫെക്റ്റ് ഡേയ്സ്. ഓക്കെ. ഈ അൺസർട്ടനിറ്റിയിൽ എന്തും വരാം, എങ്ങനെ ആയിക്കോട്ടെ, ആ അൺസർട്ടനിറ്റി ഉണ്ടാകുമ്പോൾ അക്സെപ്റ്റ് ചെയ്യും. ഇത് നമ്മുടെ ഈ ഒരു ഗോളിലേക്കുള്ള കൺസിസ്റ്റൻസിയുള്ള ജേർണിയുടെ പാർട്ടാണിത്. അല്ലാതെ നമ്മൾ ഈ കൺസിസ്റ്റൻസിന്ന് മാറിപ്പോയതോ പ്രൊഡക്ടിവിറ്റിന്ന് മാറിപ്പോയതോ, ഈ പ്രൊഡക്ടിവിറ്റിയുടെ പാർട്ടാണത്. ഓക്കെ. അപ്പോൾ നമുക്ക് ഈ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഈ ഇംപെർഫെക്ഷനും അൺസർട്ടനിറ്റിയും ഡൗൺഫോളും ഒക്കെ ഉണ്ടാവും. ഇതൊക്കെ ഉണ്ടായിട്ട് പോകുമ്പോഴാണ് ആ ഒരു ചാലഞ്ചിങ് ആയിട്ടുള്ളത് ഫേസ് ചെയ്ത് പോകുമ്പോഴേ നമുക്ക് ആ ഒരു ഗോളിന് അത്രത്തോളം വാല്യൂ നമുക്ക് കിട്ടുള്ളൂ. സോ ഇതെല്ലാം പാർട്ടാണ്. നമ്മുടെ കൂടെ ഉള്ള, അല്ലെങ്കിൽ നമ്മളെപ്പോലെ ഈ ഒരു മേഖലയിൽ അല്ലെങ്കിൽ മറ്റേതൊരു മേഖലയിലും ശ്രമിക്കുന്ന ഏതൊരു ആൾക്കും ഇതുപോലുള്ള അവസ്ഥകളൊക്കെ നേരിടേണ്ടി വരുന്നുണ്ട്. സോ അക്സെപ്റ്റ് ഇറ്റ്. ഈ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു പീസ് ഉണ്ട്, ഒരു മനസ്സമാധാനമുണ്ട്. മക്കളെ അത് മറ്റൊരു കാര്യത്തിനും കിട്ടില്ല. സോ അക്സെപ്റ്റ് യുവർ ഇംപെർഫെക്റ്റ് ഡേ, അക്സെപ്റ്റ് ഓൾ അൺസർട്ടനിറ്റി അറൗണ്ട് യു. ഓക്കെ. ഇനി നമ്മൾ ഈ ഫോക്കസ്ഫുൾ ആയിട്ട് 1/2 മണിക്കൂറാണ് നമ്മൾ ആ ഒരു കാര്യത്തിന് വേണ്ടി ഇരിക്കുന്നതെങ്കിലും അവിടെ നമ്മൾ 2 കാര്യം ചെയ്യേണ്ടതുണ്ട്. ഒന്ന്, ടൈം മാനേജ്മെന്റ്. നമ്മളൊരു ടൈം സ്റ്റാർട്ട് ചെയ്തില്ലേ, ഈ ടൈം നമുക്കൊരു ഐഡിയ ഉണ്ടായിരിക്കണം. നമ്മുടെ ഫോണിലൊരു ടൈമർ ഓൺ ആക്കി നമ്മളത് നോട്ട് ചെയ്ത് വെക്കുകയോ എന്തെങ്കിലും ചെയ്തിട്ട് ആ ഒരു ടൈം തൊട്ട് എന്തെങ്കിലും ടൈമിനെ പറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ മൈൻഡ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു ടൈം മാനേജ്മെന്റിനെ കറക്റ്റ് നമ്മൾ നമ്മുടെ ഒരു അലൈൻമെന്റിലേക്ക് കൊണ്ടുവന്നിരിക്കണം. നമ്പർ 2, അറ്റൻഷൻ മാനേജ്മെന്റ്. അതായത് ഞാൻ പറഞ്ഞില്ലേ, ഒരു അറ്റൻഷൻ ട്രാക്കർ, നമ്മൾ നേരത്തെ പറഞ്ഞ വിവിധതരം ട്രാക്കേഴ്സിൽ ഒന്നായിട്ട് അറ്റൻഷൻ ട്രാക്കർ നമുക്ക് ചെയ്ത് നോക്കുക. അതായത് അറ്റൻഷൻ ഡിസ്ട്രാക്റ്റഡ് ആയി പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ലൈൻ വരയ്ക്കുക, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാകും. ഇത്ര ടൈം, ഒരു 10 മിനിറ്റ്സ് ഇത്ര ടൈമാണ് എൻ്റെ അറ്റൻഷൻ ഡീവിയേറ്റ് ചെയ്ത് പോയിട്ടുള്ളത്. സോ അറ്റൻഷൻ മാനേജ്മെന്റ് ആൻഡ് ടൈം മാനേജ്മെന്റ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. ആരും പറയാത്തൊരു കാര്യം ഞാൻ പറഞ്ഞു തരാം. യുവർ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നൊരു കാര്യമുണ്ടല്ലോ, അത് നാച്ചുറലി ചേഞ്ച് ആവുന്ന ഒരു കാര്യമാണ്. അതായത് നമ്മളിലുള്ള ഊർജ്ജം എല്ലാ ദിവസവും ഒരേ രീതിയിൽ നിലനിൽക്കുന്നതല്ല. അതിനിപ്പോൾ ഡിസ്ട്രാക്ഷൻ റീസൺസ് വന്നില്ലെങ്കിലും, ഡീവിയേഷൻ റീസൺസ് വന്നില്ലെങ്കിലും, അൺസർട്ടനിറ്റി ആയിട്ടുള്ള ഒന്നും സംഭവിച്ചില്ലെങ്കിലും, വാട്ട് എവർ ഇറ്റ് ഈസ്, ഒന്നുമില്ല, ഇങ്ങനെ സ്മൂത്തായി പോകുമ്പോൾ തന്നെ നമ്മുടെ എനർജിയിൽ മാറ്റങ്ങൾ ഉണ്ടാകാം. സോ നമ്മുടെ എനർജി എല്ലാ ദിവസവും സ്ഥിരമായിട്ട് നിൽക്കുന്ന ഒന്നല്ല. ഓക്കെ. ദാറ്റ് മീൻസ് എനർജി ഈസ് നോട്ട് ഐഡന്റിക്കൽ എവറി ഡേ. അതുകൊണ്ട് തന്നെ വളരെ ഹൈ എനർജി ഉള്ള ദിവസം മാക്സിമം വളരെ ഇൻഡെപ്ത് ആയിട്ടുള്ള രീതിയിൽ വർക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഒരു മീഡിയം എനർജി ഉള്ള ദിവസത്തിൽ റൊട്ടീൻ ആയിട്ടുള്ള വർക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഇനി ലോ എനർജി ഉള്ള ദിവസത്തിൽ ജസ്റ്റ് ഒന്നൊരു 10 മിനിറ്റ്സോ 5 മിനിറ്റ്സ് എങ്കിലും ജസ്റ്റ് ഒന്ന് നോക്കാം, ജസ്റ്റ് അതൊന്ന് ടച്ചപ്പ് ചെയ്തിട്ട് വരാമെന്നൊക്കെ പറയുന്നത് പോലെ നോക്കാം. ഇനി വെരി ലോ എനർജി ഓർ നോ എനർജി എന്നുള്ള ദിവസങ്ങളിൽ ജസ്റ്റ്
പോസ്, ടേക്ക് റെസ്റ്റ്. ഒന്നും ചെയ്യണ്ട. ഒന്നും ചെയ്യാതെ ഇരിക്കുന്നതും ഒരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ മൈൻഡ്, നമ്മുടെ ശരീരം നമ്മൾ അറിയാതെ ഒരുപാട് കാര്യങ്ങൾ റീസെറ്റ് പ്രോസസ്സ് നടക്കുന്നുണ്ട്. സോ ജസ്റ്റ് ലോ പ്രൊഡക്ടിവിറ്റി, അതായത് വെരി ലോ പ്രൊഡക്ടിവിറ്റി ഓർ നോ പ്രൊഡക്ടിവിറ്റി ആയിട്ടുള്ള ദിവസങ്ങളിൽ ജസ്റ്റ് ഇറ്റ്സ് ഓക്കെ. ഒന്നും ചെയ്യാതിരിക്കുന്നത്, റെസ്റ്റ് ചെയ്യുന്നതും, ഒന്ന് സ്റ്റെപ്പ് ബാക്ക് ചെയ്യുന്നതും റെസ്റ്റ് ചെയ്യുന്നതും എന്നുള്ള രീതിയിലേക്ക് പോവാം. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ കയ്യിലുള്ള നമ്മുടെ ആ ഒരു പേഴ്സണൽ ട്രാക്കർ നോട്ട് ബുക്കിൽ ഇതും കൂടെ ഒന്ന് എഴുതി വയ്ക്കുക. ഹൈ പ്രൊഡക്ടിവിറ്റി ഉള്ള ദിവസങ്ങളിൽ ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് ചെയ്യുക. ഒരു മീഡിയം പ്രൊഡക്ടിവിറ്റി ഉള്ള ദിവസത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ഈ റുട്ടീൻ ടാസ്ക് എന്ന രീതിയിൽ എന്തൊക്കെ ചെയ്യാം. നോ പ്രൊഡക്ടിവിറ്റി ഉള്ളതിൽ ഒന്നും എഴുതി വെക്കണം. ബിക്കോസ് ആ ഒരു മൊമെന്റ് നിങ്ങൾക്ക് എങ്ങനെയാണോ ഫീൽ ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് കാര്യങ്ങൾ പോട്ടെ. അത് പ്രഡിക്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഒന്നിൽ കൂടി കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ അത് നമ്മളെ ബാധിക്കും. സോ അത് ആ ഒരു മൊമെന്റിനെ ഡിപ്പെൻഡ് ചെയ്തിരുന്നോട്ടെ എന്നുള്ള രീതിയിൽ പോവാം. നമ്മുടെ ടാസ്കിനെ നമുക്ക് 3 രീതിയിൽ ഡിവൈഡ് ചെയ്ത് വെക്കാം. നമ്പർ 1, യു മസ്റ്റ് ഡു ടാസ്ക്, ലൈക്ക് മസ്റ്റ് ഡു. സെക്കൻഡ് കാറ്റഗറി ഷുഡ് ഡു. തേർഡ് കാറ്റഗറി കുഡ് ഡു എന്നുള്ളത്. ഈ മസ്റ്റ് ഡു എന്നുള്ളതിലാണ് ജെന്യുവൻലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നത്. ഇനി ഷുഡ് ഡു എന്നുള്ളതിലാണ് യൂസ്ഫുൾ ആണ്, അതായത് ഞാനത് ചെയ്ത് കഴിഞ്ഞാൽ ബെനിഫിഷ്യൽ ആണ്, ബട്ട് സ്റ്റിൽ ഇറ്റ് ക്യാൻ വെയിറ്റ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ മാറ്റി വെച്ചാലും കുഴപ്പമില്ല എന്നുള്ള രീതിക്കുള്ളത്. കുഡ് ഡു എന്നുള്ള ഇതിലെ ഓപ്ഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, ചെയ്താൽ നല്ലതാണ് എന്ന് ചെയ്തില്ലെങ്കിലും ഫൈൻ എന്നുള്ള രീതിക്കുള്ള കാര്യങ്ങൾ. ഇങ്ങനെയും അത് നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം, ലിസ്റ്റ് ചെയ്യാം. സൈക്കോളജിയിൽ ഡിസിഷൻ ഫെറ്റീഗ് എന്നൊരു കാര്യം പറയും. ഡിസിഷൻ ഫെറ്റീഗ് എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യണമെന്ന് നമുക്ക് അറിയാതിരിക്കുന്ന ഒരു അവസ്ഥയാണ്. എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ നെക്സ്റ്റ് മൂവ് എങ്ങനെ ആവണമെന്ന് പറ്റിയിട്ട് നമ്മളിങ്ങനെ കൺഫ്യൂസ്ഡ് ആവില്ല. ദാറ്റ് ഈസ് കോൾഡ് ഡിസിഷൻ ഫെറ്റീഗ് എന്ന് പറയും. അപ്പോൾ ഈ ഡിസിഷൻ ഫെറ്റീഗ് വരുന്നത് നമ്മൾ തടയുക. അതുകൊണ്ട് എല്ലാ കാര്യത്തെ പറ്റിയിട്ട് ഒരു ക്ലാരിറ്റി നമുക്ക് ഉണ്ടായിരിക്കണം, സ്പെസിഫിക് ആയിരിക്കണം. എല്ലാ കാര്യങ്ങളും ഒന്ന് എഴുതി വെക്കാൻ ശ്രമിച്ചാൽ നമ്മൾ ഈ മൈൻഡിലിട്ട് ഇങ്ങനെ ഒരുപാട് തവണ അനലൈസ് ചെയ്യുകയും ചിന്തിച്ചു കൂട്ടുകയും ചെയ്യുന്നതിന് പകരം ജസ്റ്റ് എഴുതാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് ഒരു ലൈനിൽ ആ ഒരു കാര്യം നിൽക്കും. സോ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി ഉണ്ടാകും, നമ്മൾ കുറച്ചുകൂടി സ്പെസിഫിക് ആകും. അപ്പോൾ ഈ കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറച്ചുകൂടി സ്പെസിഫിക് ആക്കുന്നത് നമുക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. മോട്ടിവേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇരിക്കും. എനിക്കിപ്പം മോട്ടിവേഷൻ ഇല്ല, അതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, മോട്ടിവേഷൻ വരട്ടെ അങ്ങനെ വിചാരിച്ചിരിക്കാതെ, മോട്ടിവേഷൻ ഇങ്ങനെ എപ്പോഴും ഫ്ലക്ച്വേഷൻസ് ഉള്ള ഒന്നാണ്. ജസ്റ്റ് കിട്ടി, ഇനി കിട്ടിയാലും നമ്മുടെ ഉള്ളിൽ അത്ര നിൽക്കണമൊന്നുമില്ല മോട്ടിവേഷൻ. പക്ഷേ ഈ സ്റ്റാർട്ടിങ് അപ്രോച്ച് എന്നൊരു സംഭവം നമുക്ക് ഹെൽപ്ഫുള്ളാണ്. സ്റ്റാർട്ടിങ് അപ്രോച്ച് വെച്ചാൽ നമുക്ക് ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല, പക്ഷെ ഞാനൊരു 2 minutes ജസ്റ്റ് ഒന്ന് ബുക്ക് ഓപ്പൺ ചെയ്തിട്ട് 2 ലൈൻ ഞാൻ വായിക്കും. ഒരു 2 ലൈൻ ഞാൻ വായിക്കും, അല്ലെങ്കിൽ ഒരു പാരഗ്രാഫ് ഞാനൊന്ന് വായിക്കും, ഒരു പാരഗ്രാഫ് ഞാനൊന്ന് എഴുതിയിട്ട് അടച്ചു വയ്ക്കും എന്നുള്ള ഒരു സ്റ്റാർട്ടിങ് അപ്രോച്ച് ഒരു ഫ്രീക്വൻലി നിങ്ങൾ കൊടുക്കുമ്പോൾ നിങ്ങൾ അറിയാതെ നിങ്ങൾ ട്രാക്കിൽ വരും. സോ നമ്മൾ പ്രൊഡക്റ്റീവ് ആണെന്ന് നമ്മൾ ആരോടും പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളോട് പോലും നമ്മൾ പ്രൊഡക്റ്റീവ് ആണ്, നമ്മുടെ ഡേ പ്രൊഡക്റ്റീവ് ആണെന്ന് ഇങ്ങനെ പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഒരു മീനിങ്ഫുള്ളായി ലൈഫ് കിട്ടത്തക്ക രീതിയിലുള്ള സ്മോൾ പ്രോഗ്രഷൻ നമ്മൾ എപ്പോഴും ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു റിയലൈസേഷൻ മാത്രം മതി നമുക്ക് കേട്ടോ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. അതിനുള്ള ആഗ്രഹം ഉണ്ടല്ലോ, നമ്മളത് ചെയ്യാൻ വേണ്ടി എപ്പോഴേക്കും സ്റ്റാർട്ട് ചെയ്തല്ലോ, ഇനി നമ്മൾ വീണ്ടും മുൻപോട്ട് പോകുമല്ലോ, ദാറ്റ് ഈസ് ഇനഫ്. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ആ ഗോളിലേക്ക് എത്തിച്ചേരാൻ പറ്റുമോ? യെസ്റ്റർഡേ നിങ്ങൾ എങ്ങനെയായിരുന്നോ അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു പേഴ്സണെ നിങ്ങളുടെ മിററിൽ നിങ്ങൾക്ക് നാളെ കാണാൻ പറ്റും. സോ നിങ്ങൾക്ക് നിങ്ങളിൽ ഉണ്ടാകുന്ന സ്മോൾ പ്രോഗ്രഷൻ മാറ്റേഴ്സ്, ചെറിയ ഗ്രോത്ത് മാറ്റേഴ്സ്. ഒരിക്കലും പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ലീനിയർ അല്ല, ഒരു സ്ട്രെയിറ്റ് ലൈൻ അല്ല. ഒരുപാട് വളവും തിരിവും ബ്രേക്ക് ഡൗൺസും എല്ലാം ഉള്ള ഒന്നാണ്. സോ അതുകൊണ്ട് സമാധാനമായിട്ട് കാര്യങ്ങളെ നോക്കിക്കാണുക. എപ്പോഴൊക്കെ സ്റ്റക്കായി പോകുന്നുണ്ടോ ആ മൊമെൻറ്റിൽ നിന്നിട്ട് വീണ്ടും ഒരു സ്റ്റെപ്പ് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള സ്റ്റാർട്ടിങ് അപ്രോച്ചിൽ വിശ്വസിക്കുക. അടിപൊളിയായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. താങ്ക് യു ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ നമസ്കാരം.